മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അറേബ്യൻ അർദ്ധദ്വീപിൽ ഇസ്ലാമിൻ്റെ പ്രകാശം വീഴുമ്പോൾ മദീന നിവാസിയായ മുആദ് ബിൻ ജബൽ രക്തത്തുടിപ്പുള്ള യുവാവായിരുന്നു. ബുദ്ധിയിലും വാക്ചാതുര്യത്തിലും മികച്ചുനിന്ന അദ്ദേഹം സുന്ദരൻ കൂടിയായിരുന്നു. അഴകുള്ള മുഖവും ആകർഷണമുള്ള കണ്ണുകളും പവിഴപ്പല്ലുകളും ചുരുണ്ട തലമുടിയും അദ്ദേഹത്തെ സുമുഖനാക്കി. മക്കയിൽ നിന്നു വന്ന ഇസ്ലാമിക പ്രബോധകനായ മുസ്അബ് ബിൻ ഉമൈർ മുഖേനയാണ് മുആദ് മുസ്ലിമായത്. നബിയെ കണ്ട് പ്രതിജ്ഞയെടുക്കാൻ മക്കയിൽ വന്ന മദീന മുസ്ലിങ്ങളുടെ പ്രതിനിധി സംഘത്തിൽ മുആദും ഉണ്ടായിരുന്നു. മദീനയിൽ തിരിച്ചെത്തിയ മുആദും ചില ചെറുപ്പക്കാരും ചേർന്ന് ഒരു വിഗ്രഹ ധ്വംസന പ്രസ്ഥാനം ആരംഭിച്ചു. വിഗ്രഹങ്ങളെ നശിപ്പിക്കുക, മുശ്രിക്കുകളുടെ വീടുകളിൽ നിന്നു വിഗ്രഹങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുക എന്നതായിരുന്നു പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം. മദീനയിലെ പ്രമുഖന്മാരിൽ ഒരാളായിരുന്ന അംർ ബിൻ അൽ ജമൂഹ് മുസ്ലിമായത് ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേട്ടമാണ്. ബനു സലമ ഗോത്രത്തിലെ കാരണവരും നാട്ടിലെ ഒരു മാന്യനുമായിരുന്നു അംർ ബിൻ അൽ ജമൂഹ്. അക്കാലത്ത് പ്രമുഖന്മാർ ചെയ്യാറുള്ളതുപോലെ ഇദ്ദേഹം തനിക്കു സ്വന്തമായി മേത്തരം മരം കൊണ്ട് ഒരു വിഗ്രഹം പണിതീർത്തു. അതിൻ്റെ പരിപാലനം അദ്ദേഹത്തിൻ്റെ നിത്യ തൊഴിലായിരുന്നു. പട്ടാടകൾ അണിയിച്ച് നിത്യം കാലത്ത് അതിനെ സുഗന്ധം തളിക്കാൻ അദ്ദേഹം മറക്കാറില്ല. മുആദിൻ്റെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാർ ഒരു രാത്രി ആ വിഗ്രഹത്തെ ചുമന്നു കൊണ്ടുപോയി ബനു സലമക്കാരുടെ വസതിക്കു പിന്നിൽ കുപ്പകളിടുന്ന ഒരു കുഴിയിൽ നിക്ഷേപിച്ചു. കാലത്ത് കാരണവർ ചെന്ന് നോക്കിയപ്പോൾ വിഗ്രഹമില്ല. പലയിടത്തും അന്വേഷണമായി. ഒടുവിൽ അഴുക്കിൽ കുളിച്ച് കുഴിയിൽ മുഖം കുത്തി കിടക്കുന്നതാണ് കണ്ടത്. നമ്മുടെ ദൈവത്തെ ഉപദ്രവിച്ചവർ നശിക്കട്ടെ എന്നു പറഞ്ഞ് അദ്ദേഹം അതിനെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി സുഗന്ധം തളിച്ചു യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു. മനാത്ത്, നിന്നെ ഈ വേല ചെയ്തവനെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ശരിപ്പെടുത്താതിരിക്കയില്ല, വിഗ്രഹത്തോടായി അദ്ദേഹം പറഞ്ഞു. അന്നു രാത്രി കാരണവർ ഉറങ്ങിയപ്പോൾ ചെറുപ്പക്കാർ പതുങ്ങിച്ചെന്ന് തലേന്നത്തെ പോലെ ചെയ്തു. അന്നും അദ്ദേഹം അതിനെ കണ്ടെടുത്ത് ശുദ്ധി വരുത്തി. കുറ്റവാളികളെ വെറുതെ വിടുകയില്ലെന്ന് അദ്ദേഹം താക്കീതു നൽകി. ചെറുപ്പക്കാർ അവരുടെ പ്രവൃത്തി പിന്നെയും തുടർന്നു. അപ്പോഴൊക്കെ അദ്ദേഹം അതിനെ വീണ്ടെടുത്ത് പ്രതിഷ്ഠിച്ചു. ഒടുവിൽ ക്ഷമകെട്ടപ്പോൾ തൻ്റെ വാളെടുത്ത് വിഗ്രഹത്തിൻ്റെ കഴുത്തിൽ കെട്ടിയിട്ട് ഇപ്രകാരം പറഞ്ഞു: ഈ മഹാപാപം ചെയ്യുന്നവരെ കണ്ടുപിടിക്കാൻ ഇതുവരെ എനിക്കു കഴിഞ്ഞില്ല. അതുകൊണ്ട് വാൾ ഇവിടെയുണ്ട്. നിനക്ക് വല്ല കഴിവുമുണ്ടെങ്കിൽ നിന്റെ രക്ഷ നീ തന്നെ നോക്കണം. അന്നു കാരണവർ ഉറങ്ങിയപ്പോൾ ചെറുപ്പക്കാർ വാൾ കഴുത്തിൽ തൂങ്ങുന്ന വിഗ്രഹത്തെ എടുത്ത് ഒരു ചത്ത നായയുടെ കഴുത്തിൽ ബന്ധിച്ച് കുപ്പക്കുഴിയിലെറിഞ്ഞു. കാലത്തു കാരണവർ വന്നു നോക്കിയപ്പോൾ താൻ ബഹുമാനിച്ചാദരിക്കുന്ന വിഗ്രഹം കുപ്പയിൽ ചത്ത നായയോട് ചേർന്ന് കിടക്കുന്നതാണ് കണ്ടത്. അല്ലാഹു സത്യം, നീ ദൈവമാണെങ്കിൽ നീയും നായയും ഒരു കയറിൽ ബന്ധിതരായി കുഴിയിൽ കിടക്കുമായിരുന്നില്ല എന്ന് അംർ ബിൻ അൽ ജമൂഹ് അത്ഭുതത്തോടെ പാടി. തുടർന്ന് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച് നല്ല മുസ്ലിമായി ജീവിച്ചു. നബി അഭയാർത്ഥിയായി മദീനയിൽ വന്നപ്പോൾ നിഴൽ കണക്കെ മുആദ് ബിൻ ജബൽ തിരുമേനിയെ അനുഗമിച്ചു. നബിയിൽ നിന്നു ഖുർആനും ഇസ്ലാമിൻ്റെ വിധികളും പഠിച്ച അദ്ദേഹം മതജ്ഞാനത്തിൽ നബിയുടെ ശിഷ്യന്മാരുടെ മുൻനിരയിലെത്തി. ഖലീഫ ഉമറിൻ്റെ ഭരണാദ്യത്തിൽ നബിയുടെ ഏതാനും ശിഷ്യന്മാരുടെ കൂടെ പള്ളിയിൽ കടന്നു ചെന്ന ആയിദുല്ലാഹ് ബിൻ അബ്ദുല്ലാഹ് കണ്ട ഒരു രംഗം അദ്ദേഹം ഇപ്രകാരം വിവരിക്കുന്നു: 30-ൽ പരം വ്യക്തികളിരിക്കുന്ന ഒരു സദസ്സിൽ ഞാനും ചെന്നിരുന്നു. എല്ലാവരും നബിയിൽ നിന്നു ഓരോ ഹദീസ് വീതം ഉദ്ധരിക്കുന്നുണ്ട്. സൗന്ദര്യവും വാഗ്വൈഭവവുമുള്ള ഒരാൾ സദസ്സിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ. സംശയങ്ങളുണ്ടാകുമ്പോൾ സദസ്യർ അദ്ദേഹത്തോട് ചോദിക്കുകയും അദ്ദേഹം സംശയം തീർത്തു കൊടുക്കുകയും ചെയ്യുന്നു. ചോദിച്ചാലല്ലാതെ അദ്ദേഹം സംസാരിച്ചിരുന്നില്ല. സദസ്സ് പിരിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ സമീപിച്ച് പേര് ചോദിച്ചു. ഞാൻ മുആദ് ബിൻ ജബൽ എന്ന് അദ്ദേഹം പരിചയപ്പെടുത്തി. അബൂ മുസ്ലിം അൽ ഖവലാനി രേഖപ്പെടുത്തുന്നു: ഞാൻ ഒരു ദിവസം ഹിമ്മസ് പള്ളിയിൽ ചെന്നു. അവിടെ ഒരു സംഘം മധ്യവയസ്കർ ഇരിക്കുന്നു. നടുവിലായി ഒരു യുവകോമളൻ നിശബ്ദനായി ഇരിപ്പുണ്ട്. സംശയം ജനിച്ചാൽ അദ്ദേഹത്തോട് ചോദിച്ച് അവർ സംശയം തീർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇതാരാണെന്ന് ഞാൻ എൻ്റെ അടുത്തിരിക്കുന്ന ആളോട് അന്വേഷിച്ചു. മുആദ് ബിൻ ജബൽ എന്നു മറുപടി കിട്ടിയപ്പോൾ എനിക്കും അദ്ദേഹത്തോട് ബഹുമാനവും മതിപ്പും തോന്നി. ഷഹർ ബിനു ഹൗഷബ് പറയുന്നു: മുആദ് ബിൻ ജബലുള്ള സദസ്സിൽ സ്വഹാബികൾ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ അവർ ബഹുമാന പുരസ്സരം അദ്ദേഹത്തെ വീക്ഷിച്ചു കൊണ്ടിരിക്കും. ഖലീഫ ഉമർ പല കാര്യങ്ങളിലും കഥാപുരുഷൻ്റെ വിജ്ഞാനാഭിപ്രായം തേടാറുണ്ട്. മുആദില്ലെങ്കിൽ ഉമർ നശിച്ചത് തന്നെ എന്നു അദ്ദേഹം ചിലപ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു. സമകാലീനരുടെ അഭിപ്രായത്തിൽ മുആദിൻ്റെ വായിലൂടെ പ്രകാശവും രത്നവുമാണ് പുറത്തു വന്നിരുന്നത്. ജ്ഞാനം അതിൻ്റെ സാക്ഷാൽ ഉറവിടത്തിൽ നിന്നും കോരിയെടുത്ത മുആദ് മഹാനായ ഗുരുവിൻ്റെ മഹാനായ ശിഷ്യനാണ്. നബിയുടെ സാക്ഷ്യപത്രത്തേക്കാൾ യോഗ്യതയ്ക്ക് മറ്റെന്തു വേണം? എൻ്റെ സമുദായത്തിൽ ഹലാലിനെയും ഹറാമിനെയും പറ്റി കൂടുതൽ അറിയുന്നവൻ മുആദ് ബിൻ ജബലാണ് എന്ന് തിരുമേനി ഒരിക്കൽ പ്രസ്താവിക്കുകയുണ്ടായി. ദീർഘദൃഷ്ടിയിലും ബുദ്ധികൂർമ്മയിലും
അദ്ദേഹത്തിനു ഉമറുൽ ഫാറൂഖിനോട് സാമ്യതയുണ്ടായിരുന്നു. മതപ്രബോധനത്തിനു യമനിലേക്ക് അയക്കുമ്പോൾ നബി മുആദിനോട് ചോദിച്ചു, മുആദ്, താങ്കൾ എന്തുകൊണ്ടാണ് വിധി കൽപ്പിക്കുക? അള്ളാഹുവിൻ്റെ ഗ്രന്ഥം കൊണ്ട്. നബി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടില്ലെങ്കിലോ? മുആദ്, അവൻ്റെ പ്രവാചകചര്യ കൊണ്ട് വിധി നൽകും. നബി, പ്രവാചകചര്യയിലും കണ്ടില്ലെങ്കിലോ? മുആദ്, ഞാൻ സ്വന്തമായ അഭിപ്രായം രൂപീകരിക്കും. ഈ സമയം നബിയുടെ മുഖം പ്രസന്നമായി. അവിടുന്ന് പ്രതിവചിച്ചു, അള്ളാഹുവിൻ്റെ ദൂതനെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ തൃപ്തിപ്പെടുന്ന രീതിയിലാക്കിയ സർവശക്തനു സ്തുതി. മക്ക വിജയത്തിനു ശേഷം ഖുറൈശികൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് മതവിദ്യാഭ്യാസം നൽകേണ്ടത് അനിവാര്യമായി വന്നു. തന്നിമിത്തം നബി മക്കയിൽ തൻ്റെ പ്രതിനിധിയായി ഭരണകാര്യം നോക്കാൻ അത്താബ് ബിനു ഉസൈദിനെയും ഖുർആനും മതജ്ഞാനവും പഠിപ്പിക്കാൻ മുആദ് ബിനു ജബലിനെയും നിശ്ചയിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചതായി അറിയിച്ചുകൊണ്ടും ജനങ്ങൾക്ക് മതശിക്ഷണം നൽകാൻ സൗകര്യം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും യമൻ രാജാക്കന്മാരുടെ ദൗത്യസംഘങ്ങൾ നബിയുടെ സന്നിധിയിൽ വന്നപ്പോൾ മുആദ് ബിൻ ജബലിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രബോധക സംഘത്തെ തിരുമേനി തിരഞ്ഞെടുത്തു. ഇവരെ യമനിലേക്ക് യാത്രയയക്കുമ്പോൾ തിരുമേനിയും വളരെ ദൂരം അനുഗമിച്ചു. മുആദിൻ്റെ ഒട്ടകത്തോടൊപ്പം നബി നടന്നു. മുആദ് ഒട്ടകപ്പുറത്തും ബഹുദൂരം ഒപ്പം നടന്ന നബി മുആദിനോട് അന്ത്യയാത്ര പറയുകയാണെന്ന് തോന്നി. തിരുമേനി അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, മുആദ്, അടുത്ത കൊല്ലം താങ്കൾ എന്നെ കണ്ടെന്നു വരില്ല. എൻ്റെ പള്ളിയുടെയും ഖബറിൻ്റെയും അടുത്തുകൂടെ താങ്കൾ കടന്നുപോയെന്ന് വരാം. ഇത് കേട്ട് നബിയെ പിരിയുന്നതിലുള്ള ദുഃഖം കൊണ്ട് മുആദ് കരഞ്ഞു. കൂടെ മുസ്ലിങ്ങളും. നബിയുടെ പ്രവചനം സത്യമായിരുന്നു. നബിയെ കാണാനുള്ള ഭാഗ്യം പിന്നീട് മുആദിനുണ്ടായില്ല. യമനിൽ നിന്ന് തിരിച്ചു വരുന്നതിനു മുമ്പ് തിരുമേനി പരലോകം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. ഉമർ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ബനു ഖിലാബ ഗോത്രക്കാരുടെ ധർമ്മസ്വത്ത് വീതിക്കാനും ധനികരിൽ നിന്ന് സകാത്ത് പിരിച്ച് ദരിദ്രർക്ക് വിതരണം ചെയ്യാനും മുആദിനെ അയച്ചു. അദ്ദേഹം തൻ്റെ ചുമതല നിർവഹിച്ച് ഭാര്യയുടെ അടുക്കൽ തിരിച്ചു ചെന്ന് പോകുമ്പോൾ കുതിരപ്പുറത്ത് ഇട്ടിരുന്ന വിരിപ്പ് കഴുത്തിൽ കിട്ടിയാണ്. ഇതു കണ്ട് ഭാര്യ ചോദിച്ചു, ഉദ്യോഗസ്ഥന്മാർ മടങ്ങി വരുമ്പോൾ കുടുംബത്തിനു പാരിതോഷികങ്ങൾ കൊണ്ടുവരാറുണ്ട്. നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ എവിടെ? എൻ്റെ ചലനങ്ങൾ വീക്ഷിക്കാൻ കൂടെ നിരീക്ഷകനുണ്ടായിരുന്നു. അദ്ദേഹം മറുപടി നൽകി. അള്ളാഹുവിനെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞതെങ്കിലും ഭാര്യയ്ക്ക് അത് മനസ്സിലായില്ല. അങ്ങ് നബിയുടെ അടുക്കൽ വിശ്വസ്തനായിരുന്നു, അബൂബക്കറിൻ്റെ അടുക്കലും. ഇപ്പോൾ ഉമർ വന്നു അങ്ങയുടെ ചലനങ്ങൾ വീക്ഷിക്കാൻ കൂടെ നിരീക്ഷകനെ അയക്കുകയാണോ? അവർ ചോദിച്ചു. ഖലീഫ ഉമറിൻ്റെ വീട്ടുകാരോട് അവർ ഈ പരാതി പറഞ്ഞു. അങ്ങനെ അത് ഉമറിൻ്റെ ചെവിയിലെത്തി. അദ്ദേഹം മുആദിനെ വരുത്തി ചോദിച്ചു, ഞാൻ താങ്കളെ വീക്ഷിക്കാൻ കൂടെ നിരീക്ഷകനെ അയച്ചിരുന്നു? അദ്ദേഹത്തിൻ്റെ മറുപടി ഇതായിരുന്നു, ഇല്ല, അമീറുൽ മുഅ്മിനീൻ ഭാര്യയോട് മറ്റൊരു കാരണം പറയാനില്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് കേട്ട് ഉമർ ചിരിക്കുകയും ഭാര്യയെ സന്തോഷിപ്പിക്കൂ എന്ന് പറഞ്ഞ് ചില പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു. ഷാമിലെ ഗവർണർ യസീദ് ബിൻ അബി സുഫിയാൻ ജനങ്ങളെ ഖുർആനും മതവിജ്ഞാനങ്ങളും പഠിപ്പിക്കാൻ അധ്യാപകരെ അയച്ചു തന്നു സഹായിക്കണമെന്ന് ഖലീഫ ഉമറിനോട് ആവശ്യപ്പെട്ടു. നബിയുടെ കാലത്ത് ഖുർആൻ ശേഖരിച്ച 5 വ്യക്തികളെ മുആദ് ബിൻ ജബൽ, ഉബാദത്ത് ബിൻ സ്വാമിത്ത്, അബു അയ്യൂബ് അൽ അൻസാരി, ഉബയ്യ് ബിൻ കഅബ്, അബൂ ദർദാ എന്നിവരെ വിളിച്ചു ചേർത്ത് ഉമർ ഇപ്രകാരം അറിയിച്ചു, ഖുർആനും മതകാര്യങ്ങളും പഠിപ്പിക്കാൻ അധ്യാപകരെ അയച്ച് സഹായിക്കണമെന്നു ഷാമിലെ നമ്മുടെ സഹോദരന്മാർ എന്നോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളിൽ ഏതെങ്കിലും 3 പേർ എന്നെ സഹായിക്കണം. വേണമെങ്കിൽ നിങ്ങൾ നറുക്കിട്ട് തീരുമാനിക്കണം. ഇല്ലെങ്കിൽ ഞാൻ 3 പേരെ നിർദ്ദേശിക്കാം. നറുക്കിടേണ്ട കാര്യമില്ല. അവർ പറഞ്ഞു. അബൂ അയ്യൂബ് വയോവൃദ്ധനാണ്, ഉബയ്യ് രോഗിയും, അവശേഷിക്കുന്നത് ഞങ്ങൾ 3 പേരുമാണ്. ഈ സമയം ഖലീഫ ഉമർ നിർദ്ദേശിച്ചു, ഹിംസിൽ നിന്നും തുടങ്ങണം. അവിടത്തുകാർ ശരിയാണെന്ന് തോന്നിയാൽ ഒരാൾ അവിടെ നിന്ന് ഒരാൾ ദമസ്കസിലേക്കും മറ്റേയാൾ ഫലസ്തീനിലേക്കും പോകണം. നിർദ്ദേശമനുസരിച്ച് 3 സഹാബികളും ഹിംസിൽ താമസിച്ച് പ്രവർത്തനം നടത്തി. അനന്തരം ഉബാദത്ത് ബിൻ സ്വാമിത്തിനെ അവിടെയാക്കി അബൂ ദർദാ ദമസ്കസിലേക്കും മുആദ് ബിൻ ജബൽ ഫലസ്തീനിലേക്കും പോയി. ഇവിടെ വെച്ച് മുആദ് ബിൻ ജബലിന് കോളറ പിടിപെട്ടു. മരണം അത്യാസന്നമായപ്പോൾ അദ്ദേഹം ഖിബിലയുടെ നേരെ തിരിഞ്ഞു കിടന്നു. മരണത്തിന് സ്വാഗതം, ചിരപ്രതീക്ഷിതനായ സുഹൃത്തിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അനന്തരം മേൽപോട്ട് ദൃഷ്ടികൾ ഉയർത്തി അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, മരങ്ങൾ പിടിപ്പിക്കുവാനും നദികൾ ഒഴുക്കുവാനും വേണ്ടി ഞാൻ ദുനിയാവിനെ സ്നേഹിക്കുകയോ ദീർഘായുസ് ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലെന്നു നിനക്കറിയാമല്ലോ. പ്രതിബന്ധങ്ങളോട് മല്ലിടാനും അറിവിൻ്റെ സദസ്സുകളിൽ വിദ്വാൻമാരോട് ഇടപഴകാനുമാണ് ഞാൻ ആഗ്രഹിച്ചത്.
അതുകൊണ്ട് സത്യവിശ്വാസിയായ ഒരു ആത്മാവിനു ലഭിക്കുന്ന സ്വീകരണം എൻ്റെ ആത്മാവിനു നൽകണമേ. അങ്ങനെ മറുനാട്ടിൽ വെച്ച് 33-ാം വയസ്സിൽ ജ്ഞാനിയായ ആ സ്വഹാബി അന്ത്യശ്വാസം വലിച്ചു. നബി ഒരു ദിവസം പറഞ്ഞു, മുആദ്, ഓരോ നമസ്കാരത്തിൻ്റെയും ശേഷം താങ്കൾ മറക്കാതെ ഇങ്ങനെ പറയണമെന്നു ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നിന്നെ സ്മരിക്കാനും നിന്നോട് കൃതജ്ഞത കാട്ടാനും നിന്നെ നല്ല രീതിയിൽ ആരാധിക്കാനും എന്നെ തുണയ്ക്കണമേ. ഈ നിർദ്ദേശം മുആദ് ജീവിതത്തിൽ പകർത്തി. ഒരു ദിവസം വെളുപ്പിനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ, മുആദ്, താങ്കൾ ഇന്ന് എങ്ങനെ നേരം വെളുപ്പിച്ചു എന്നു നബി ചോദിച്ചു. യഥാർത്ഥ സത്യവിശ്വാസിയായിട്ട് എന്ന് അദ്ദേഹം ഇതിന് മറുപടി നൽകി. എല്ലാ സത്യത്തിനും അതിൻ്റേതായ അനിവാര്യ ഫലങ്ങളുണ്ട്. താങ്കളുടെ ഈമാനിൻ്റെ അനിവാര്യ ഫലങ്ങളെന്താണ് എന്ന് തിരുമേനി തുടർന്ന് ചോദിച്ചു. മുആദ് വിവരിച്ചു. വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുകയില്ല എന്ന് ചിന്തിക്കാത്ത ഒരു പ്രഭാതവും പുലരുവോളം ജീവിച്ചിരിക്കില്ല എന്ന് ചിന്തിക്കാത്ത ഒരു സായാഹ്നവും എനിക്കുണ്ടാകാറില്ല. ഓരോ കാലടി വെക്കുമ്പോഴും അടുത്ത കാലടി വെക്കാൻ എനിക്ക് കഴിയില്ല എന്നു ഞാൻ ഓർക്കാറുണ്ട്. സ്വർഗവാസികൾ സ്വർഗത്തിൽ വിഹരിക്കുന്നതും നരകവാസികൾ നരകത്തിൽ ശിക്ഷയനുഭവിക്കുന്നതും ഞാൻ കണ്ണിൽ കാണുന്നതുപോലെയിരിക്കും. തത്സമയം നബി പ്രതിവചിച്ചു, താങ്കൾ ഗ്രഹിച്ചു, ഇത് തുടർന്നു പോവുക. അള്ളാഹുവിനെയും പരലോകത്തെയും കുറിച്ച് നിശബ്ദമായി മുആദ് ചിന്തിച്ചിരുന്നു. ആവശ്യത്തിന് മാത്രം സംസാരിച്ചിരുന്ന അദ്ദേഹം വിജ്ഞാന സദസ്സുകളിൽ പോലും മൗനിയായിരുന്നതിൻ്റെ രഹസ്യം മറ്റൊന്നല്ല. അസ്വദ് ബിൻ ഹിലാൽ പറയുന്നു, ഞങ്ങൾ മുആദിൻ്റെ കൂടെ നടക്കുകയായിരുന്നു. നമുക്ക് കുറച്ചു സമയം ഇരുന്ന് വിശ്രമിക്കാം എന്നു അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയുകയുണ്ടായി. ഇബ്നു മസ്ഊദിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, അള്ളാഹുവിനു വിധേയനായി സന്മാർഗനിഷ്ഠയോടെ ജീവിച്ച ഒരു പ്രസ്ഥാനമായിരുന്നു മുആദ്. മുആദിനെ ഞങ്ങൾ ഇബ്രാഹിം നബിയോടാണ് ഉപമിച്ചിരുന്നത്. സത്യത്തിൽ അധിഷ്ഠിതമായ ജ്ഞാനം നേടാൻ മുആദ് ഉപദേശിച്ചു. ജ്ഞാനിയുടെ വ്യതിയാനം നിങ്ങൾ സൂക്ഷിക്കണം. സത്യത്തെ നിങ്ങൾ സത്യം കൊണ്ട് മനസ്സിലാക്കുക. സത്യം പ്രഭാപൂരിതമാണ്. ജ്ഞാനവും കർമ്മവും അവിഭാജ്യങ്ങളാണെന്ന് മുആദ് സിദ്ധാന്തിച്ചു. നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചതെന്തും പഠിക്കൂ, പക്ഷേ പ്രവൃത്തിയിൽ പകർത്തുന്നതുവരെ അറിവ് കൊണ്ടുള്ള പ്രയോജനം അള്ളാഹു നിങ്ങൾക്ക് നൽകുകയില്ല. ആരാധനയിൽ മിതത്വം സ്വീകരിക്കണമെന്ന വിശ്വാസക്കാരനായിരുന്നു മുആദ്. ഒരിക്കൽ ഒരു മുസ്ലിം തന്നെ പഠിപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. പഠിപ്പിച്ചാൽ അതനുസരിച്ച് ജീവിക്കുമോ എന്ന് അദ്ദേഹം ചോദിച്ചു. അയാൾ അതിനു സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ മുആദ് പറഞ്ഞു, നീ വ്രതം അനുഷ്ഠിക്കാതിരിക്കുക, നമസ്കരിക്കുക, ഉറങ്ങുക, സമ്പാദിക്കുക, തെറ്റു ചെയ്യാതിരിക്കുക. മുസ്ലിമായി കൊണ്ടല്ലാതെ നീ മരിക്കരുത്. മർദ്ദിതൻ്റെ പ്രാർത്ഥന നീ സൂക്ഷിക്കണം. തങ്ങൾക്ക് ഒരു പിൻഗാമിയെ താങ്കൾ തന്നെ നിർദ്ദേശിച്ചു തരണമെന്നു ചിലർ ആവശ്യപ്പെട്ടപ്പോൾ ഖലീഫ ഉമർ നൽകിയ മറുപടി ഇപ്രകാരമായിരുന്നു, മുആദ് ബിൻ ജബൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തേനെ. അങ്ങനെ ഞാൻ അള്ളാഹുവിൻ്റെ സന്നിധിയിൽ ചെല്ലുകയും നീ ആരെയാണ് മുഹമ്മദിൻ്റെ സമുദായത്തിനു നേതാവായി നിശ്ചയിച്ചത് എന്ന് എന്നോട് ചോദിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയും, മുആദ് ബിൻ ജബൽ അന്ത്യനാളിൽ വിദ്വാൻമാരുടെ ഇമാമാണ് എന്നു നബി പ്രസ്താവിച്ചതു കേട്ടതിനാൽ ഞാൻ അദ്ദേഹത്തെയാണ് നേതാവാക്കിയത് എന്ന്.